എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ രാത്രിയിൽ നെടുമ്പുഴ ചുരത്തേൽ വന്നിട്ട് ഒരു വലിയ മരവണ്ടി കുടുങ്ങി. ഇത് ഫുള്ള് മരലോഡാണേ. ഇതെന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇവരുടെ ഡയനാമോ സ്റ്റക്കായിട്ട് ഫാൻ ബെൽറ്റ് ഫുള്ള് പൊട്ടിപ്പോയി. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, കണ്ണൂർ തോട്ടടയിൽ നിന്ന് ഒരു ഡയനാമോ, ഒരു മെക്കാനിക്ക് വന്നു സംഭവം നോക്കിക്കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഡയനാമോ കറങ്ങാല. എന്നിട്ട് വേറെ ഒരു ബെൽറ്റ് കൊണ്ടുവന്ന് തോട്ടടയിൽ നിന്ന് വന്നിട്ട് പുതിയൊരു ബെൽറ്റ് കൊണ്ടുവന്നിട്ടു. ഈ സാധനം ഈ വാഹനത്തിന് ഈ ബെൽറ്റ് വളരെ റയറായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. അതിലേറ്റവും വലിയ രസം എന്ന് വെച്ചാൽ തോട്ടട സർവീസ് സെൻ്ററിൽ ഈ ബെൽറ്റ് ഒറ്റ ബെൽറ്റേ ഉള്ളെന്നുള്ളതാണ്. അതാണ് വേറെ വിഷയം. കാരണം ഇത്രയും വാഹനങ്ങൾ ഇറക്കിയിട്ടില്ല. ലൈലാൻഡിൻ്റെ വാഹനം ഏതായിരുന്നു? അവതാറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെൽറ്റ് ആ കമ്പനിയിൽ സർവീസ് സെൻ്ററിൽ ഒരെണ്ണേ ഉള്ളെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അതിശയകരമായ കാര്യമാണ്. അതിനുശേഷം ഈ സാധനം ഈ ബെൽറ്റ് ഇപ്പോൾ ഒന്നെങ്കിൽ മംഗലാപുരത്ത് എന്ന് പറഞ്ഞാൽ അല്ലെ കോഴിക്കോട് എന്ന് പറഞ്ഞു. വണ്ടിയുടെ ഓണർമാർ ബെൽറ്റ് വാങ്ങിച്ചുകൊണ്ട് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷോപ്പൊക്കെ മാറുന്ന തിരക്കായിട്ട് പോലും ഞങ്ങളിന്ന് പാഞ്ഞ് കെട്ടി ഇവിടെ വന്നു. അപ്പോൾ ഇന്നലെ രാത്രി വന്നിട്ട് ആദ്യം ഈ ഡയനാമ അടിച്ചു. അപ്പോൾ ഈ മെക്കാനിക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഡയനാമ കറങ്ങുകയല്ല പോലും, അതായത് ലോഡ് വരുമ്പോൾ മാത്രമേ കറങ്ങുള്ളൂ. അതൊന്ന് ഇടന്ന് കറക്കിക്കേ. ഇനിയിപ്പം ആരായിക്കോട്ടെ എന്തായിക്കോട്ടെ ഈ സാധനം ഫ്രീ ആയിട്ട് കറങ്ങേണ്ട ഒരു സാധനമാണ്. അത് ലോഡ് വരുമ്പോൾ ആണ്, അതായത് ഓൾട്ടർനേറ്റർ കറണ്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ ലോഡ് വരുമ്പോൾ മാത്രമാണ് കറങ്ങാൻ ലേശം ബുദ്ധിമുട്ട് വരിക. ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് ഈ രാത്രി 12 മണിക്ക് നീ മരവണ്ടിയുടെ ഇതുണ്ടോ, ഫുൾ ലോഡ് മരമാണ്. ഇത് രാത്രി 12 മണിക്ക് പാസ് തീരുവാണ്. അറിയാൻ മേലെങ്കിൽ വന്നിട്ട് അത് ചെയ്യാതിരിക്കുക, അറിയാവുന്ന ആരെങ്കിലും ചോദിക്കുക. എങ്ങനെയൊക്കെ ചെയ്തു വെക്കാം. ഇപ്പം ഇന്ന് പാസ് തീരും. ഇന്നലെ കടന്ന വണ്ടിയാണ്. ഇന്നാണ് ഇപ്പം നമ്മൾ ഡയനാമയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഫിറ്റ് ചെയ്യാണ്. ഇതുണ്ടോ, അരുണ് ഫിറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇനി ഇതിൻ്റെ ബെൽറ്റ് അതിന് സ്വാതന്ത്ര്യദിനമായതുകൊണ്ടേ ഈ ബെൽറ്റ് കിട്ടാനും ചെറിയ താമസമുണ്ട്. അപ്പോൾ അത് കോഴിക്കോടെന്ന് വരണം. ഇതാണ് സാഹചര്യങ്ങൾ. അപ്പം എല്ലാവരും മെക്കാനിക്കുകളും ശ്രദ്ധിക്കുക. മെക്കാനിക്കാണ് പറഞ്ഞതാണ്. മെക്കാനിക്കലും ഇലക്ട്രീഷ്യന്മാരെല്ലാം ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പരസ്പരം ഇന്നത് യൂട്യൂബും അല്ലെങ്കിൽ ഈ വാട്സപ്പ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആരോടൊക്കെ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് ചെയ്യുക. ഈ ഇവര് വണ്ടിക്കാര് സ്വീപ്പാക്കാണ്ട് നല്ല രീതിക്ക് പണിന്ന് കൊടുക്കുക. നമ്മള് മെക്കാനിക് എന്ന് പറയുമ്പോൾ എല്ലാ പ്രതീക്ഷയും വെച്ചിട്ടാണ്, ആ മെക്കാനിക്കൽ പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മൾ വിളിക്കണത്. പക്ഷെ ആള് അങ്ങനെയുള്ള രീതിയല്ല. ആൾക്ക് പണി അറിയില്ല. സത്യം പറഞ്ഞാൽ ആൾക്ക് പണി അറിയില്ല. ആരും അങ്ങനെയുള്ള ആൾക്കാർ ആദ്യം മനസ്സിലാക്കുക. ആള് വന്ന് പണി എടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള എല്ലാ ഡ്രൈവർമാരും ഒന്ന് നോക്കുക. അപ്പം ഞങ്ങൾ കണ്ണൂരിൽ ഈ സാധനം വിളിച്ചു വരുത്തി ഇന്ന് ഉച്ചക്കത്തെ വണ്ടിക്ക് വരുത്തി ഇന്ന് നെടുമ്പുഴയിൽ കൊണ്ടത് ഫിറ്റ് ചെയ്യാണ്. ഇപ്പം ഇതിൻ്റെ ബെൽറ്റ് വന്നെങ്കിൽ മാത്രമേ ഇപ്പം ഞങ്ങൾക്ക് ഫിറ്റാക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അതാണ് എൻ്റെ അവസ്ഥ. അപ്പം ഈ വാഹനങ്ങൾ വഴിക്ക് കുടുങ്ങി കിടക്കാന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ കാര്യമാണ്. ഇവർ ചെറിയ ക്യാബിനിൽ ഇവർ കടന്നുറങ്ങുക, അല്ലെങ്കിൽ 2 ദിവസം ഇന്നലെ ഭക്ഷണമല്ല, ഇന്നലെ ഉച്ചക്ക് ഊണ് കഴിച്ചാൽ ഞാൻ ഇപ്പം ഇന്ന് ഉച്ചക്ക് ഇപ്പോഴാണ് പോയത്. കുറച്ച് നേരത്തെ പോയി ഭക്ഷണം കഴിച്ചു വന്ന തല പറ്റിയിട്ട്. എന്താ വെച്ചാൽ ഇവിടുന്ന് പോയാൽ എനിക്ക് റേഞ്ച് ഇല്ല. പിന്നെ ആരും വിളിക്കാൻ പറ്റില്ല. താഴെ നെടുമ്പുഴ ടൗണിലെത്തി കഴിഞ്ഞാൽ എൻ്റെ സിമ്മിന് റേഞ്ച് കിട്ടുന്നില്ല. ഇവിടെ നിന്നാൽ മാത്രമേ റേഞ്ച് ഉള്ളൂ. ഓരോരുത്തരെ വിളിക്കാൻ രാവിലെ തൊട്ട് ഞാൻ വിളിച്ച് ചേട്ടനെ ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കുക. ചേട്ടൻ അത്രയും തിരക്കിലുണ്ടായിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരും എന്ന് വെച്ചാൽ വേറെ ഒരു വഴിയില്ല. ചേട്ടൻ അത്രയും തിരക്കും വിട്ടിട്ട് ചേട്ടൻ വന്ന് പോയി പണി ചെയ്തായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരായാലും മെക്കാനിക്കിനെ വിളിക്കുമ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് വിളിക്കുക. വണ്ടിക്കാരുടെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് പോയി ഒരു മെക്കാനിക്കിനെ വിളിക്കരുത്. അവർ അവിടെ എല്ലാ പരിസരത്തുനിന്ന് അന്വേഷിച്ചിട്ട് നല്ല മെക്കാനിക്കാണോ എന്ന് നോക്കിയിട്ട് വന്ന് വയ്യ. ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ മുതൽ ഇന്നലെ 1000 രൂപേൻ്റെ ഒരു ബെൽറ്റ്, ഒറ്റ ബെൽറ്റിൻ്റെ വിലയാണത്. 1000 രൂപ അത് പോയി. പിന്നെ പുള്ളിയെ വണ്ടി അയച്ച് അവിടെ നിന്ന് കൊണ്ടുവന്ന് റിട്ടേൺ പുള്ളീനെ ഞങ്ങൾ കൊണ്ടാക്കി. അതിൻ്റെ തുക 12,000 രൂപയോളം അതിന് മാത്രം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെക്കാനിക് ആയാലും ആരും ഇതുപോലെ ചെയ്യാൻ നിൽക്കരുത്. നമ്മളെ അവസ്ഥകൾ അങ്ങനെയാണ്. ആ ഓൾട്ടർനേറ്റർ ഇന്നലെ തന്നെ അത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അത് ഒന്ന് കറങ്ങാത്ത മനസ്സിലാവും. അത് ചില വേറിങ് പോയതാണ്. അത് ഓൾട്ടർനേറ്റർ പറ്റ ചാറായി പോയി. വേറെ പുതിയ ഓൾട്ടർനേറ്റർ ഒക്കെ വേറെ മൊത്തം അടിച്ച് പറഞ്ഞു പോയി. ഇതാണ് എന്റെ സംഭവം. പിന്നെ ഒരു 1.5 ലക്ഷം കിലോമീറ്ററൊക്കെ ആയി കഴിയുമ്പോൾ ദയവായിട്ട് ഈ ലോങ് ഓടുന്ന വലിയ ഹെവി വാഹനങ്ങളൊക്കെ ഡൈനാമിക് കഴിച്ച് എൻ്റെ വയറിംഗ് ഒക്കെ ഒന്ന് മാറ്റി സെറ്റാക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ വഴിക്ക് കൂടി കിടക്കും. അതായത് വണ്ടി എഞ്ചിൻ സ്റ്റാർട്ടായാലും മുതൽ ഈ ഓൾട്ടർനേറ്റർ വർക്കാകുന്നുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങൾ കണ്ടിട്ടാണ് ഇപ്പോഴത്തെ വാഹനങ്ങളിലാണ് ഓടുന്നത്. അപ്പം ദയവായിട്ട് ശ്രദ്ധിക്കുക. അവസ്ഥ ആലോചിച്ച് നോക്കുക. ഫാൻ ബെൽറ്റ് വാങ്ങിക്കാൻ വേണ്ടി കോഴിക്കോടെന്ന് അതിൻ്റെ ഓണർ ഇതുമായിട്ട് വരികയാണ്. അവർ കൊയിലാണ്ടി എത്തും പറഞ്ഞ് കുറച്ച് മുമ്പ് വിളിച്ചാൽ ഞങ്ങൾ ഇനിയും കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവിടെ. ഇതുണ്ടോ, പുറത്ത് നല്ല മഴയാണ്. ഈ മഴ കാണുമ്പോൾ ഈ മഴയും വണ്ടിയെല്ലാം കിടക്കുന്ന കാണുമ്പോൾ ഞാൻ ഓർക്കുകയാണ് നമ്മുടെ 1-2 വർഷം മുമ്പ് നമ്മുടെ ഗംഗാവലിപ്പുഴയിൽ ഷിരൂരിൽ ഗംഗാവലിപ്പുഴയിൽ പോയി നമ്മുടെ അർജുനൻ്റെ ഒരു സാഹചര്യം. കാരണം ഓരോ ഡ്രൈവർമാരും വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി കഷ്ടപ്പാടിലൂടെയാണ് അവർ നടന്നു പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് കുടുങ്ങി കിടക്കുക. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ മംഗലാപുരത്തെ മരലോട് എത്തിച്ചില്ലെങ്കിൽ അവരുടെ പാസ് കട്ടാവും. പിന്നെ അതിനുശേഷം ഈ ഓണർ ഒരുപാട് പ്രൊസീജിയർ കൂടിയാണ് ഈ മരത്തിൻ്റെ പാസ് പിന്നെ വീണ്ടെടുക്കേണ്ടി വരിക.
അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോ ഡ്രൈവർമാരുടെയും ഞങ്ങളെപ്പോലുള്ള ഓരോ മെക്കാനിക്കുകളുടെ സാഹചര്യങ്ങൾ. ഇത് നോക്കി നിന്ന് ഇപ്പം രാത്രിയായി ചീവീട് കരയാൻ തുടങ്ങി. ഇവിടെ ബെൽറ്റുമായിട്ട് ആ പുള്ളി എന്തിനേ വരും, എന്ത് പറയാൻ ആപ്പടെ പെട്ട് ഇന്ന് ഇവിടെ ഞങ്ങളോട് കൂടേണ്ടി വരുന്നതാണ് അവൻ്റെ കൂട്ടത്തിൽ. എന്ത് ചെയ്യാനാ ദൈവമേ.